പക്ഷെ ഇന്ന് അവരുയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം CBI ആണ് നടത്തേണ്ടത് എന്ന്. സർ, അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊണ്ടുയർത്തുന്ന മുദ്രാവാക്യമാണത്. ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിനൊരുങ്ങുന്നത്, അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല, പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞു. സർ, ഞാനിവിടെ കാണുകയാണല്ലോ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു. ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ, ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ, ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന്യ മെമ്പറുണ്ടല്ലോ, അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു, എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു. സർ, അതിൻ്റെ കൂടെ 2-3 അംഗങ്ങൾ വന്ന് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്ന നില കണ്ടു. സർ, ഞാനിവിടെ ഇരുന്ന് കാണുകയാണ്. ഒരു വാച്ച് ആൻഡ് വാർഡായാലും മനുഷ്യനാണല്ലോ, വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ്. ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ്, 3-4 MLA കൂടി. അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ്. ഇതെല്ലാം ഞാനിവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുമ്പെട്ടത്? എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എന്തിനാണ് അവരെ തള്ളിമാറ്റാൻ നോക്കിയത്? അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ച് ആൻഡ് വാർഡിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. സർ, ഇതെല്ലാം കണ്ടതല്ലേ? സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? സാധാരണഗതിയിലുള്ള പാർലമെന്ററി നടപടിക്രമം എന്താണെന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും. പക്ഷേ ആ നടപടിക്രമത്തിലേക്കൊന്നും ഞങ്ങൾ നീങ്ങാറില്ല, അങ്ങും നീങ്ങുന്നില്ല. കാരണം സഭയുടേതായ രീതിയിൽ പോയിക്കോട്ടെ എന്ന ഉയർന്ന ജനാധിപത്യ ബോധമാണ്, പാർലമെന്ററി ജനാധിപത്യ രീതികളാണ് നമ്മളിവിടെ അംഗീകരിച്ചു പോകുന്നത്. പക്ഷേ അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുകയാണ്. അതിൻ്റേതായ എല്ലാ അവസരങ്ങളും അവരുപയോഗിക്കുകയാണ്. ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് സഭയുടെ മുൻപാകെ അവരടക്കമുള്ളപ്പോൾ വെളിവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പരാമർശിച്ചു. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മാത്രമല്ല, സ്പീക്കർക്കും ചെയറിനും അവകാശമുണ്ട് ജനാധിപത്യം. ഇന്നലെയും മിനിഞ്ഞാന്നുമായി സ്പീക്കറുടെ അവകാശമാണ് സ്പീക്കർ അംഗങ്ങളെ കാണുക, അംഗങ്ങൾക്ക് തിരിച്ച് സ്പീക്കറുടെ ചെയറിനെ കാണുക. നിർഭാഗ്യവശാൽ 2 ദിവസം പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്.